ഇതാണ് വെറൈറ്റി സർ. നമ്മള് സാർ പറഞ്ഞില്ലേ ആ ഏല വർഷാമൃതം. വർഷാമൃതം. ഇത് ബ്ലാക്ക് റൈസ് കിട്ടും, ഓർഗാനിക്. അത് വാങ്ങിച്ചിട്ടാണ് വെച്ചത്. അതൊന്ന് വെള്ളത്തിൽ കുതിർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത്, എന്നിട്ട് അത് കുക്ക് ചെയ്ത് പിന്നെ നെയ്യിൽ വരട്ടിയെടുത്തിട്ട് ശർക്കര ഇട്ട്, പിന്നെ ആ നെയ്യിൽ തന്നെ നമ്മൾ ആനച്ചെറിയൻ എന്ന് പറയില്ലേ, അതിന്റെ ലീഫ്, പിന്നെ തുളസിയുടെ ലീഫ്, പിന്നെ പനിക്കൂർക്കയുടെ ലീഫ്. ഈ ആ ഇല ഉപയോഗിക്കാനുള്ള പ്രയോജനം അതെന്താ വെച്ചാ, അത് വീട്ടില് ഉമ്മ ഉണ്ടായിരുന്ന ആ സമയത്തൊക്കെ അത് തോരൻ ഉണ്ടാക്കുമായിരുന്നു. പക്ഷെ ആദ്യം തന്നെ കഴിക്കാൻ എനിക്ക് പേടിയായിരുന്നു, അത് കഴിക്കാൻ ചൊറിയും ഇങ്ങനെയൊക്കെ വിചാരിച്ച്. പക്ഷെ കഴിച്ചപ്പോ നല്ല ടേസ്റ്റ് ആയിരുന്നു. അത് നമ്മ ചീരയിൽ നല്ല ടേസ്റ്റ്, നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല രുചിയാ. അപ്പൊ നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടാകുന്ന ഇതൊക്കെ വെച്ചിട്ട് ഇലക്കറികള് അല്ലെങ്കിലും പ്രമേഹത്തിന് മുള്ളഞ്ചീരയൊക്കെ മുള്ളഞ്ചീര ഭയങ്കര. പിന്നെ അതിനെന്തെങ്കിലും ഒക്കെ ഇനിയിപ്പോ എഫക്ട്, എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഇല്ലായിരിക്കും, ഇഞ്ചി നീര് ചേർത്തിട്ടുണ്ട് കുറച്ചത്. ഒരു പാത്രം നിനക്ക്. ആ ഫുള്ളല്ലേ. മില്ലറ്റ് കരിക്ക് പ്രഥമൻ. മില്ലറ്റ് എന്ന് പറയുന്നത് ചാമരിയുണ്ട്, പിന്നെ അത് റാഗി, രണ്ടും കൂടെ വെച്ച് നമ്മൾ അട ഉണ്ടാക്കി എടുത്തു. വീട്ടിൽ അട ഉണ്ടാക്കി എടുത്തിട്ട് അത് വെച്ച് ചെയ്താ. മില്ലറ്റൊക്കെ കഴിക്കാൻ കുറച്ച് പാടാണല്ലോ കുട്ടികൾക്കെല്ലാം കൊടുക്കണം. അപ്പൊ കുറച്ച് കഴിക്കാൻ ഇതാകുമ്പോൾ കഴിച്ചോളും, കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ കരിക്കും ആ ടേസ്റ്റ്, ആ ഫ്ലേവർ ഇഷ്ടമാണല്ലോ എല്ലാവർക്കും. അങ്ങനെ കരിക്ക് മാത്രമായിട്ട് ഉണ്ടാക്കുമ്പോ അപ്പൊ കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമ്മള് അതും ശ്രദ്ധിക്കണം. മോനുണ്ടായതിനു ശേഷമാണ് എല്ലാം പഠിച്ചത്. കുക്കിംഗ് അറിയാത്തതിന്റെ പേരിൽ നമ്മൾ ഒരുപാട് അപമാനം നേരിടേണ്ട അവസ്ഥ വന്നില്ല. കുക്കിംഗ് അത് ആ സമയമാകുമ്പോഴേ വരുള്ളൂ. ഇപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞ ഭാര്യയ്ക്ക് അതൊന്നും അറിയില്ലായിരുന്നു. അല്ല, അറിയാത്തതിന്റെ പേരിൽ നമുക്ക് പട്ടിണി കിടക്കേണ്ട അവസ്ഥ പോലും വന്നിട്ടുണ്ട്. അതെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് കഴിക്കാൻ മാത്രമല്ല അറിയാവൂ, എന്താ ഉണ്ടാക്കി കാണിക്കുക, എന്താ ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളൊരു ഇത് പോലും. അപ്പൊ നമുക്ക് അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. ആരെ ഇൻസൾട്ട് ചെയ്യാനൊന്നും പാടില്ല, അറിഞ്ഞുകൂടെങ്കിൽ നമ്മൾ പറഞ്ഞില്ല. പക്ഷെ എനിക്കിത് പഠിക്കണം, ഇത് എന്നെ കൊണ്ടും ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു ഇതല്ലോ. വാശി എന്ന് പറഞ്ഞാൽ എനിക്കത് ചെയ്ത് കാണിക്കണമായിരുന്നു ഓരോ വീട്ടിൽ. വാശി മാത്രമല്ല, ഭയങ്കര സങ്കടവും ഒക്കെ ആയിരുന്നു. പിന്നെ കുറെ ഇതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പൊ ഒരാളുടെ അനുഭവം പറയുന്നു. ഇതുകൊണ്ട് മാത്രമാണ് ഞാൻ ഷോയിൽ എപ്പോഴും എല്ലാരും പറയും, ചേച്ചിക്ക് കുക്കിംഗ് അറിയില്ല എന്ന് പറഞ്ഞാൽ ദേഷ്യം വരും എന്ന് പറയും. എനിക്ക് അത് ചേച്ചി എന്താണ് എല്ലാവരും കുക്കിംഗ് പഠിക്കണം എന്ന് തോന്നുന്നുണ്ടോ എന്ന് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. ഇതൊരു വലിയ എക്സാമ്പിൾ. ഞാൻ പറഞ്ഞ വലിയ ഉസ്താദ് അങ്ങനെ ഒന്നും ആവണ്ട. ശരിക്കും പറഞ്ഞാൽ നമ്മളെ ജീവിതം തന്നെ പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കും. ഇപ്പോഴും അങ്ങനെയാണ്. അപ്പൊ നമുക്ക് ജീവിതം തന്നെ അവസാനിപ്പിച്ചാലോ എന്നുള്ള അങ്ങനെയായിരുന്നു മുമ്പ്. അങ്ങനെ അവനുള്ള ഒരു പ്രതീക്ഷ. അങ്ങനെയല്ല, നമ്മൾ മക്കളുണ്ടായി കഴിയുമ്പോൾ നമ്മൾ പറയുമല്ലോ, എല്ലാവരും മക്കൾക്ക് വേണ്ടിയല്ലേ. ഇപ്പത്തെ ആൾക്കാർക്ക് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും അവനാണ് നമ്മൾ ജീവിക്കാൻ പ്രേരിപ്പിച്ചതെന്ന് പറയാം. തീർച്ചയായിട്ടും ഒരു കയ്യടി കൊടുത്താൽ. പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടും എന്റെ മോനാണ് എന്റെ കൂടെ എല്ലാത്തിനും സപ്പോർട്ടായിട്ട്, ഭയങ്കര സപ്പോർട്ടാണ്. അത് വേണം. എല്ലാ മക്കളോടും അത് തന്നെ പറയാനുള്ളൂ. അപ്പനമ്മയുടെ ധൈര്യം എന്ന് പറയുന്ന മക്കളാണ്. പക്ഷെ ഞാൻ പറയുന്നത്, നമ്മൾ സ്ത്രീകൾക്ക് തമ്പുരാൻ അനുഗ്രഹിച്ച് തന്നിരിക്കുന്ന ഒരു കുഞ്ഞു കഴിവാണ് ഈ പാചകം, അല്ലേ? നമ്മൾ ആരെയും ബോധിപ്പിക്കേണ്ട, പക്ഷെ അതിൽ നമ്മൾ ഏറ്റവും നന്നാക്കി കാണിക്കാൻ പറ്റുന്ന അത് നമ്മൾ ചെയ്യുക, ആരെയും ബോധ്യപ്പെടുത്താനല്ല. നമ്മൾ ആത്മവിശ്വാസത്തോട് പെരുമാറിയെല്ലാം തന്നെ വന്നു. നമുക്കിത് ട്രൈ ചെയ്യാം. ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് നമ്മുടെ മുളയരിയുണ്ട്, ചാമരിയുണ്ട്, പിന്നെ പയറ് പരിപ്പ്, കടലപ്പരിപ്പ്, ചൗവരി, പിന്നെ നമ്മുടെ മത്തങ്ങ വെച്ചിട്ട് അട ഉണ്ടാക്കി, പിന്നെ നെല്ലിക്ക ഇത് നെയ്യിൽ വറുത്ത് ചേർത്തിട്ടുണ്ട്. അതാണ്. കൊറേ സാധനങ്ങളുണ്ടായിരുന്നു. നല്ല സെറ്റ് ചെയ്ത് ഭയങ്കര ഒരുക്കി. അതെ, അത് തിടപ്പള്ളിയുടെ ഒരു
ആ പ്രൗഢി നിലനിർത്തണമല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇത് റെസിപ്പി വരെ റെസിപ്പി ഉണ്ട്. റെസിപ്പി വരെ എഴുതി വെച്ചിട്ടുണ്ട്. അതെ അതെ. ഓക്കെ സർ, ടേസ്റ്റ്. മധുരത്തിന്റെ അളവ് എല്ലാത്തിലും കറക്റ്റ്. താങ്ക് യു സർ. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.